എടിയാ കഴിഞ്ഞില്ലത് നമ്മ മുറ്റം നന്നായിട്ട് ഇരപ്പായിക്കണില്ലേ ഇവിടെ ഒന്ന് അടിച്ചു തരാം നന്നായിട്ട് അപ്പം പറഞ്ഞോളൂ വരുന്നില്ലല്ലോ മുറ്റിട്ട് അത് മതി അത് മതി ആ ചോറിന്റെ ആ വിറകിനൊന്നാണ് തീ കുടിപ്പിക്കാനില്ല അത് മതി അത് മതി അടുപ്പിലെ ചോറേന്നെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ മതി അത് ഉണ്ടാ നോക്കിട്ടാ മതി അത് കട്ടല്. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. നല്ല വർത്താനടാ ചോർന്നുണ്ട്. ഞാനിങ്ങനെ പള്ളിക്കന്ന് വരാ. നല്ല വർത്താനം. എന്താടി സുഖല്ലേ? ഇതിപ്പോ കുറച്ച് മേലിഞ്ഞോ മാസം മരൊക്കെ ഒന്നും കൊടുക്കലില്ലേ? ഓള് മേലിഞ്ഞിക്കണ്. ഓള് മെലിയാൻ വേണ്ടി മരുന്ന് കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും ഇത് തടി മെലിയിച്ചലല്ലേ ഇപ്പത്തെ പേശൻ അതല്ലേ? പേശനായിട്ടില്ല തന്നെ ഇങ്ങനത്തെ അടിച്ചു നിക്കണുള്ളൂ. ബാക്കി എല്ലാരും പ്രായത്തിനനുസരിച്ച് വളർച്ച അല്ലല്ലോ. പിന്നെ ഇന്നത്തെ കാർ കൂടാത്തൊരു മയജല് ഞാനിങ്ങനെ പോണതേ പിന്നെ നമ്മളെ ഉസ്താദിന്റെ ചെലവിന്റെ വരുമ്പോ നാളെയാണ് ഇവിടുത്തെ നമ്മളെ ചെലവിന് വരുന്ന ഓനെ പിന്നെ മകളെ കല്യാണായിട്ടേ അല്ല അത് വേറെന്തോ അതിന്റെ ലിസ്റ്റ് ഇതാക്കി മാറിങ്ങാണ്ടേ മോനിപ്പം അഹമ്മദല്ലേ വരല്ലേ സാധാരണ. ഓന്റെ പിന്നെ മകളെ കല്യാണം ഇറങ്ങണം. അപ്പൊ ഒരു ആഴ്ചയായിട്ട് ലീവിലാണ്. അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ ഇറങ്ങിയപ്പോ പറയാം. ഇപ്പൊ എല്ലാ പേരേലും പോയി ഓരോ ദിവസവും പറയണം. അല്ലടി 20 ദിവസമായി ഇവിടുത്തെ കഴിഞ്ഞിട്ട് 18 ദിവസമായിട്ടുള്ളൂ. മാസത്തിൽ ഒരു ദിവസമല്ലേ ഇപ്പൊ കൊടുക്കല്? ഉസ്താദ്മാർക്കല്ല അയിമപ്പൊ കണക്ക് നോക്കാൻ തത്താ. എന്ത് കൊടുത്താലും മാസത്തിൽ ഒരിക്കൽ കൊടുക്കണം. മാസത്തിൽ 2 ദിവസം കൊടുത്താല് 2 ദിവസം അള്ളാന്റെ അടുത്തുനിന്നില്ല അതായി. ഉസ്താദ്മാർക്ക് എന്നാ കൊടുക്കല്ലേ? അതിലൊക്കെ പത്തരേ ഉള്ളൂ. നമ്മളിപ്പോ ഇതൊരു നാളെക്കൊക്കെ വേണ്ടി കണ്ടാണല്ലോ. ഇന്നിപ്പോ ഒരു നേരത്തെ ഒരു ഭക്ഷണം നമ്മൾ ഇതാക്കുന്നില്ല. നാളെ ഒരു നേരം നമുക്ക് അവിടുന്ന് ആഹ്റത്തുനിന്ന് കിട്ടുമല്ലോ. അത് വിചാരിച്ച് കണ്ടാണല്ലോ കൊടുക്കണേ. അപ്പൊ വെച്ചാലടാ ഇതിനൊക്കെ കഴിവും വേണം, ആൾക്ക് ആവതും വേണം. മനുഷ്യന് തടിയോണ്ട് വെക്കണ്ടേ? ഓക്കും വെജ് അച്ചും വെജ്. ഇത് ചില്ലറ സാധനം ഒന്നും ഉണ്ടാക്കിയാ പോരല്ലോ. ഇതിപ്പോ 1 മാസം 2 മാസമൊക്കെ ആയിരുന്നു ആദ്യം. ഇപ്പൊ 10-18 ദിവസം കൂടുമ്പോഴാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ട്. ഇതിലിപ്പോ നിർത്താൻ ബുദ്ധിമുട്ട്. ഇതിപ്പോ നമ്മളും പിന്നെ എല്ലാ പേരയിലൊന്നും ഇല്ലല്ലോ. എണ്ണപ്പെട്ട കുറച്ച് പേരയിലല്ലേ പറയുള്ളൂ. അതിപ്പോ കജിനോടത്ത് മാത്രം. ഇപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെ കഴിയാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ പേരയും കൂടിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങക്ക്. അപ്പൊ നമ്മള് തീരെ കജാത്ത പോലെ പേരയൊന്നും ഇപ്പൊ ഇതില്ലല്ലോ. കജാത്ത പേരയും കൂടിയൊന്നും പ്രശ്നമല്ല. ഞമ്മക്ക് വേണമെങ്കിൽ പിന്നെ ഈ നേരത്തിന് പൈസ കൊടുക്കലടി. ഇത് ഉണ്ടാക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയൂല. നേരം വെളുക്കുമ്പോഴൊന്നും പൈസ മതി. അവിടുന്ന് പിന്നെ ഹോട്ടലിൽ നിന്ന് എവിടെന്നെങ്കിലും കഴിച്ചോളും. അതിനേക്കാളും നല്ലത് നമ്മൾ എന്തായാലും ചോറും കൂട്ടാനൊക്കെ വെക്കണല്ലേ. നമുക്ക് ഇന്നലത്തെ മേടിച്ചതിന്റെ കുറച്ച് സ്രാവിന്റെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മത്തി ഇരിക്കുന്നുണ്ട്. അത് കറിയും വെക്കാം. സ്രാവ് പൊരിക്കും ചെയ്യാം. ഇച്ചിരി കയ്പൊക്കെ ഇരിക്കുന്നുണ്ട്. ഉപ്പേരും വെക്കാം. ഉസ്താദിന്റെ കാര്യം നടക്കട്ടെ. ആർക്ക്? സദർ ഉസ്താദിനോ? സദർ ഉസ്താദിന് നിങ്ങളെ ചക്കക്കുരു മുരിങ്ങൊന്നും പറ്റൂല കേട്ടോ. അല്ല ഇജ്ജി പറഞ്ഞ എന്തേ പറഞ്ഞേ? ആർക്കാപ്പി കൊടുക്കണേ? മത്തിയോ? സദറിനോ? സദർ ഉസ്താദിനോ? പറ്റൂലേ? മീനാണെങ്കിൽ ഐക്കോറ, അല്ലെങ്കിൽ ചിക്കൻ പറ്റൂല. പിന്നെ മട്ടനാണ് മൂപ്പർക്ക് തിരുപ്പതി. മട്ടൻ അല്ലെങ്കിൽ ബീഫ്. ചെറുമീനുകള് തിന്നാൻ മൂപ്പർക്ക് ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, ഓരോ ഇഷ്ടല്ലേ. അപ്പൊ എനിക്ക് പിന്നെ അയില പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്റെ പെണ്ണുങ്ങൾ പോയി എന്തെങ്കിലും പറഞ്ഞ കാര്യമുണ്ടോ? എനിക്ക് പറ്റൂല. അതേമാതിരി ചെറുമീനുകൾ പറ്റൂല. സാധാരണ സദർസ്ഥാന്റെ പെണ്ണുങ്ങളെന്നല്ല പടുള്ളതേ. സദർസ്ഥാദ് ഒന്ന് മനസ്സിലാക്കണം. ഓരോരോ പേരിന്നും എന്താ കൊണ്ടുവരുന്നത് അത് തൃപ്തിയോടെ കഴിക്കണം. അത് മാളുമാത്തങ്ങൾ പറഞ്ഞത് ശരിയല്ല. നമ്മളിപ്പോ ഉസ്താദ്മാർക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാലേ എന്താണെങ്കിലും ഇപ്പൊ എനിക്ക് അയിലമീൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ പറ്റണതും പറ്റാത്തതും ഉണ്ടാവുമല്ലോ. അപ്പൊ കോയിറച്ചി പറ്റാത്ത എത്ര ആളുണ്ട്? നമ്മളെ ഈ സാധാരണ തന്നെ കോയിറച്ചി പറ്റൂല. കോയിറച്ചി പറ്റില്ല. മട്ടനോ അല്ലെങ്കിൽ ബീഫോ അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഐക്കോറ. ചെറുമീനുകൾ മൂപ്പർക്ക് ഇഷ്ടമല്ല. കോഴി പറ്റാത്ത മൂലഗുരുവിന്റെ അസുഖം ഈ എന്താന്ന് പറഞ്ഞാൽ ഓരോ ചെറുപ്പത്തിൽ ഇതാകണതല്ലേ. അത് ശീലല്ല. അതാണ് പറ്റൂല. പറ്റാത്ത ഇപ്പൊ ഒരു അന്യ നാട്ടിൽ വന്നുകൊണ്ട് നമ്മളിത് അടിച്ചു കയറ്റി പറ്റിച്ചാൻ പറ്റും. അതല്ല നമ്മളെ പേരില്ലതല്ല കൊടുക്കല്. ഉസ്താദ്മാർക്ക് നമ്മളില്ലതല്ല കൊടുക്കല്. ഉസ്താദ്മാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കല. അതിന് നമുക്ക് അവിടുന്ന് കൂലിയുണ്ട്. ഉണ്ടാക്കി കൊടുക്കലാണെന്ന് ഏത് കിതാബിലാ പറഞ്ഞേക്കണേ? മാളുമാത്താന്റെ മരുവോള് ആള് ഇറക്കണില്ലല്ലോ. കിതാബിന്റെ പേരൊക്കെ ചോദിച്ചു തുടങ്ങി. ഏതൊക്കെ കിതാബാ ചോദിക്കും? നിങ്ങൾ ഏതൊക്കെ കിതാബ് ഓദിക്കണം? അതൊന്നും പറഞ്ഞാലും കേൾക്കണം. ഞാന്
ഞാൻ വയല് കുറെ കേട്ടിക്കണ് ഉം. കൊറേ വയല് കേട്ടിക്കണ് കൊറേ ഉസ്താദ്മാരെ വയല് കേട്ടിക്കണ് കൊറേ യൂട്യൂബ് ഉസ്താദുമാരെ വയല് കേട്ടോണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത്. ശരിക്കുള്ള മതപഠനം അല്ല യൂട്യൂബ് ഉസ്താദ്മാര് പലരും കാഴ്ച വെക്കുന്നത്. നിന്നോട് ഇവല് പറയിക്കാൻ പറയണ ഉസ്താദ് ഏതാന്ന് എനിക്കറിയാം. നമ്മളെ നിലമ്പൂരത്തെ മുട്ട ഉസ്താദ് മുട്ടത്തിൽ കൂടാത്ര എഴുതി എന്താണ് മുട്ടയില് കൂടോത്ര പോവണ്ടേ? എന്തൊക്കെ എഴുതിയിട്ട് നാട്ടുകാരെയും പറ്റിച്ചിട്ട് കൊറേ സ്ഥലവും പറമ്പൊക്കെ മേടിക്കണ ആ കൊരങ്ങൻ ഉസ്താദ് തന്നെയല്ലേ? വേറൊന്നുമില്ലല്ലോ. അത് ആളുകള് ആവശ്യപ്പെട്ടാ പിന്നെ ഉസ്താദ് പണി ചെയ്ത് കൊടുക്കാക്കുവോ? ഗൾഫാരെ പെണ്ണുങ്ങളെയും പറ്റിച്ചിട്ട് ഓലിക്ക് അത് നടത്തി കൊടുക്കാം, ഓലിക്ക് ഇടി നടത്തി കൊടുക്കാം. ആ പാവങ്ങളെ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുകയും ചെയ്യും. അതിന് ഉസ്താദ് കൊടുക്കും. ഉസ്താദ്മാരെ പറ്റിങ്ങാണ്ട് അതും പറഞ്ഞുകൊണ്ട് അള്ളാന്റെ കുരുത്തക്കേട് വാങ്ങണ്ട. അള്ളാന്റെ കുരുത്തക്കേട് പഠിക്കാൻ നിൽക്കില്ല. ഉസ്താദ്മാരെന്താ ഇത്ര നല്ല പുണ്യാളന്മാര് നാട്ടിലുണ്ടാ? എല്ലാ ഉസ്താദുമാരും അങ്ങനെയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. പക്ഷെ ഒരു പിടി അരിയിൽ ഒരു കീടെന്ന് പറഞ്ഞ മാതിരി എവിടെങ്കിലും ഇമാതിരി ഒരു ഐറ്റം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഉസ്താദാണ് നിങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള സദർ ഉസ്താദ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഒരു അഭിപ്രായം നമ്മളെ മഹല്ല് കമ്മിറ്റിക്ക് ഇല്ല കേട്ടോ. അതുണ്ടാവില്ലല്ലോ. അത് അതിലും വലിയ കള്ളന്മാരാണ് വളർത്തിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ഉസ്താദ് വന്നതിന് ശേഷം മഹല്ലിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിക്കണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിക്കണം. നമ്മളെ മദ്രസയിൽ പുതിയ കെട്ടിടം വന്നത് ഉസ്താദ് വന്നതിന് ശേഷമല്ലേ? പിന്നെ ഉസ്താദ് ഉസ്താദിന്റെ കയ്യിലിരിക്കുന്ന പൈസ എത്രയല്ലേ കൊടുത്തത്? ഈ പാവങ്ങളെ പിടിക്കാൻ അതേ നാവുകൊണ്ട് തന്നെ ഈ ആൾക്കാരോട് ഓരോന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കി, അത്രയല്ലേ ഉള്ളൂ. എന്റെ മോന് കൊടുത്തിട്ട് അതിന് 30,000 റുപ്യ. ഉസ്താദ് പറഞ്ഞപ്പോ ആൾക്കാർ കൊടുത്താൽ ഉണ്ടാക്കി. അത് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്താ ചായ്ക്കോ? ഈ 10ഉം 18ഉം ദിവസം കൂടുമ്പോ ഈ മട്ടനും ചിക്കനും മേടിക്കാൻ സാധാരണക്കാരാണ് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നിങ്ങൾ ഉസ്താദുമാർക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞങ്ങള് മനസ്സിൽ പൊരുത്തത്തോടെ തരുന്നത് തിന്നാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വന്നിട്ട് നാളെ കെട്ടുന്ന ഒരു നിസ്കാരത്തായമ്പോ ഒട്ടിച്ചതും വെച്ചിട്ട് വന്നിട്ട് ഉസ്താദിനെ അതിട്ടോ, ഉസ്താദിന് കറു വരട്ടോ കിട്ടോ, ഉസ്താദിന് മട്ടൻ കിട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും തരില്ല. മീൻ കൊടുത്തൂടെ? കഷ്ണം മീൻ കൊടുത്തൂടെ? അയക്കോറ കൊടുത്തൂടെ? അയക്കോറൊന്നും കൊടുക്കാം. അപ്പത്തെ കണ്ടീഷനില്ല. കുട്ടികൾക്ക് അയക്കോറ 4 കഷ്ണമുള്ളത് കുട്ടികൾക്ക് പൊരിക്കണം. മത്തി ചാറും പപ്പടം പൊരിച്ചതും വേണമെങ്കിൽ ഇത്തിരി പയറുപ്പേരും തരാം. അത് നിങ്ങളെ തൊടുവില് പണിയെടുക്കണ തെങ്ങനെ തടം തുറക്കണേ, പണിക്കാർക്ക് കൊടുത്തോളേണ്ടിട്ടോ, ഉസ്താദ്മാർക്കല്ല. ആയിക്കോട്ടെ, ഞങ്ങള് തൊടുവിന് തടെടുക്കുന്ന ആൾക്കാർക്ക് കൊടുത്തോളാം. ഓലിക്ക് എന്തെങ്കിലും കൊടുത്താലേ പടച്ചോന്റെ അടുത്ത് നല്ല കൂലി കിട്ടും. കാരണം ആ പാവങ്ങൾ അഞ്ചത്ത് നിസ്കരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളുടെ കള്ളുസ്താദ് അങ്ങനല്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പണി ഉണ്ടാവണ്ട. മിഞ്ഞാന്ന് 500 എന്താ കാട്ടിയത്? പണിയുള്ളപ്പോ തിരിച്ചു അജോ പണിയുള്ളപ്പോ തിരിച്ചു തരും. എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു ആ 500 എന്താ കാട്ടിയത് എന്നുള്ളത്. വെറുതെ പറയാ. ആ കള്ളും കുടിച്ചിട്ട് കൂത്താടിയിട്ടേ ആ പെണ്ണിന് നല്ല തലയിലായിരുന്നു. തിരിച്ചു പണിയുള്ളപ്പോ മതി 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 മതി. നിങ്ങളുടെ കള്ളു കുടിച്ചിട്ട് എന്താ അഹങ്കാരം അല്ലേ? പാവങ്ങൾക്ക് പൈസ കൊടുക്കല്, പാവങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഞങ്ങൾ പറയാം. അല്ലാണ്ട് മെനെ പോലെ കുടിച്ച് കൂത്താടിയുടെ കണക്കല്ലേ കൊടുക്കണേ ഞങ്ങള്. ഓനെ ഒരു പെരയും കൂടി ഉള്ള ആളാണ്, പെരയൊക്കെ നോക്കണ ആളാണ്. ഒരു പെര അല്ല ഉള്ളത്, ഒരു കുടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പൊ എന്തും പറഞ്ഞൂടെ? പറച്ചിലാർക്ക് എന്തും പറയാം. ആയിക്കോട്ടെ. അല്ല ഈ നമ്മളെ കാര്യത്തേക്ക് വരും, വിഷയത്തേക്ക് വരും. ചോറും നല്ല മത്തിക്കൂട്ടാനും പയറുപ്പേരും അച്ചാറും പപ്പടും ഉച്ചക്കൽക്ക്. രാവിലെ നല്ല പത്തിരും ബീഫ് കറിയും ഉണ്ടാക്കി തരാം. രാത്രി ഇതേപോലെ ചോറുണ്ടാവൂല. കാരണം ഞങ്ങൾ ഒരു നേരം വെക്കുള്ളൂ. ഇവിടെ 2 നേരം വെക്കാനൊന്നും ഉണ്ടാവൂല. രാത്രി ഇതേപോലെ ചോറും രാവിലത്തെ ആ ബീഫിന്റെ കറിയും തരണ്ട്. ഇത് തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ല എന്നാ വേണ്ട ഒരു 750 റുപ്യ ചെലവിനുള്ളത്. 750 എന്തെങ്കിലൊക്കെ കാട്ടുന്നത്? സ്വർണ്ണപാത്രത്തെ തിന്നത് 750 റുപ്യ ഒരു ദിവസത്തിനല്ലേ, 3 നേരത്തിനുള്ളതല്ലേ? പോകാൻ നോക്കും. ബാക്കി എന്താ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ തമ്മിലായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചാ, ഇതൊക്കെ ഞമ്മക്ക് മഹല്ല് കമ്മിറ്റിനെ ധിക്കരിച്ചാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാളമാത്ത ഇവിടെ എന്തെങ്കിലും പൊട്ടത്തരം പറയുന്ന കേട്ടുങ്ങണ്ടേ നിങ്ങൾ അതിന് നിക്കണ്ട. മരിച്ചാലേ പള്ളിക്കൊക്കെ അടുക്കാനല്ലേ കേട്ടോ. പള്ളിക്കൊക്കെ എടുക്കേ പിന്നെ എവിടെ കൊണ്ടുപോയിങ്ങാണ്ട് മറജാണുള്ളത്? ഈ മറജിന സ്ഥലം ആരെന്നാ നിങ്ങൾ വിചാരിച്ചിരുന്നത്? പള്ളിന്റെ സ്ഥലം പള്ളിന്റെ സ്ഥലം ആരെന്നതാ? ഉമ്മടെ വാപ്പ. ഏത് വാപ്പ കൊടുത്താലും പള്ളിന്റെ പേരിലാണോ? അവിടെ വന്ന് കിടക്കാൻ നിങ്ങൾ ആരും സമ്മതം പള്ളിന്റെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ആ പള്ളിന്റെ പേരിൽ നിങ്ങൾ മഹല്ല് കമ്മിറ്റിനെ ധിക്കരിച്ചാണ്ട് അവിടെ നിന്ന് വന്ന് കടന്നാണ് അതൊന്ന് കാണണം. ഈ മഹല്ല് കമ്മിറ്റി ഈ ധിക്കരിച്ചാലും മഹല്ല് കമ്മിറ്റിയിലെ അവിടെ പൈസ കൊടുത്തിട്ടാണ് മയ്യത്തെ കബറടക്കണത്. 20,000 30,000 ഒക്കെയാണ് ഓരോ പള്ളിക്കാരും ആ ഒരു സ്ഥലത്തിന് കൊടുക്കുന്നത്. പോരാത്തതിനോ കബർ കളക്കാൻ എത്ര? 4,000 5,000. അതുപോലും ബിസിനസ് ആക്കുന്ന ആൾക്കാരാണ് നിങ്ങള്. ഇന്നാ പിന്നെ നിങ്ങളൊക്കെ പോയി കൊണ്ടുപോയിക്കൊണ്ട് കത്തിച്ചോളി, പള്ളിയൊക്കെ എടുക്കാൻ നിൽക്കണ്ടല്ലോ. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അന്ന് ഇവിടെ നാശം തുടങ്ങി. നിങ്ങളെ പോലെ ആൾക്കാർ മഹല്ല് കമ്മിറ്റിയിൽ എന്ന് വന്നോ അന്ന് തൊട്ട് ആ മഹല്ല് പോയി. ആളുമാത്ത അനുഭവിച്ചിട്ടോ നിങ്ങള്. കണ്ടോളി
നിങ്ങളെ ഇമാതിരി മരക്കളെ പോറ്റി കെട്ടിയോ പടം ഇല്ലാത്തതിന്റെ കേടാണ് ഓൻ അക്കരെ കടന്നാക്കാണ്. നിങ്ങൾ നോക്കണ്ട അതിന്റെ കെട്ടിയാൽ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ അതിൽ ഇടപെടണ്ട കേട്ടാ. ഞാൻ ഇന്റെ പെരേക്ക് ചെലവിന് ചോദിച്ചാൽ വന്നതല്ല. മഹലിലെ അത് ഉസ്താദ് മഹലിൽ ചെലവിന്റെ ഉസ്താദ് കാര്യം തരാൻ പറയാൻ ഞങ്ങളും തയ്യാറാ. നിങ്ങൾ പറഞ്ഞമാതിരി പത്തിരിയും പൊറാട്ടിയും മറ്റതും മറിച്ചതും ഒന്നും ആർഭാടൊന്നും ഇവിടെ തരാൻ പറ്റൂല. ഉസ്താദുമാര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാ എന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്ന ഞങ്ങൾ ഉസ്താദുമാർക്ക് നല്ലോണം തോന്നും ചേർക്കും നല്ലോണം നല്ല രീതിയിൽ കൊടുക്കണം എന്ന് പഠിച്ച ആൾക്കാരാണ് ഞങ്ങള്. എന്തേ എന്തേ മത്തിക്കൂട്ടാൻ നല്ലതല്ലേ? 400-500 റുപ്യാണ് മത്തിക്ക് വില. നിങ്ങൾക്കറിയാത്? 1000 കൊടുത്താലും മത്തി തന്നെയല്ലേ? ഞങ്ങള് പിന്നത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. മത്തിന്റെ പോലീസ് ഇഞ്ഞ പഠിപ്പിച്ചണ്ട ഇല്ല കേട്ടോ. അന്നെക്കാട്ടിലും 10 വലിയൊരുന്നാള് ഏറെ തിന്നാനാ ഞാൻ. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങൾ 10 ഇത് തിന്നിക്കണെന്നുള്ളത് കേട്ടാ. നിങ്ങളെ മുടി കണ്ടില്ല കറപ്പിച്ചിട്ട്. ഓ ഉടച്ച തമ്പുരാനെ നിസ്കാരത്തായ്പോ ഈ പായൽ ഒരച്ചുണ്ടാക്കിയത് നന്നായി എന്തായാലും. അപ്പൊ ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചതൊക്കെ ബാത്തിലായി ഇല്ലേ? ആ ഞാൻ പായിലിട്ട് ചിന്താഗതി വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ബാത്തിൽ തന്നെയാണ്. പെണ്ണുങ്ങളോട് വർത്താനം പറയാനല്ല മാളുമാത്ത നിങ്ങളോട് എനിക്കൊരു സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ടേനും അത് പോയി നശിച്ചു. നിങ്ങളെ മരോള് കാരണം ഒക്കെ നശിച്ചു കേട്ടോ. ഇല്ല വിവരം വിദ്യാഭ്യാസവും ആയിക്കോട്ടെ. വിവരം വിദ്യാഭ്യാസം പരലോകത്തേക്കില്ലതില്ല. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനും ഇന്റെ കബറും നിങ്ങളതിൽ വന്ന് കിടക്കൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ കവർങ്ങലും കൂടി അത് ഓർമ്മ വേണം. ഏതൊരാൾക്കും ഓർമ്മ വേണം. മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനേ ആരും നിക്കണ്ട. ഇന്റെ കബറിൽ ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. പോവാൻ നിൽക്കണ്ടേ? നിങ്ങളൊക്കെ ഇതൊക്കെ റഹ്മാനായ റബ്ബേ ഈ മഹലിൽ തന്നെ വന്ന് കെട്ടി ഇറക്കി തമ്പുരാനെ ഈ തന്തനെ ഞങ്ങൾക്ക് കാണേണ്ട അവസ്ഥ വരുത്തിയല്ലോ. ഈ തന്ത ഇവിടെ ജനിച്ചിട്ട് കൊറേ കാലം തന്ത മര്യാദക്ക് ഇറങ്ങിപ്പോയിട്ട് എന്റെ കുടുംബത്തിൽ നിന്നിട്ടാ മനസ്സിൽ സഹിക്കണേനും പരിധിയുണ്ട്. എന്റെ മാപ്പിളെ വിളിച്ചു കണ്ടടി അന്നെ മൊഴി ചൊല്ലിക്കാരുടെ എല്ലാ പണിയും ഞാൻ എടുക്കും. ഒരുമ്പറ്റോളെ വേറെ സ്വന്തം ഇങ്ങോട്ട് പോന്നാ കാരണം ആരത് വിളിച്ചു പറയട്ടെ. ഇല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല.